നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടീച്ചേഴ്സിനൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഇവൻ പഠിച്ച് ഭാവിയിൽ വലിയ നിലയിലെത്തും, ഇവൻ എന്താവുമെന്നും അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ഈ രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വിവേചനപരമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൂടെ പഠിക്കുന്നവർ പോലും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഓ, അവൻ സെറ്റാണ് ഫ്യൂച്ചറിൽ, ഇവൻ വേസ്റ്റ്. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണ്? നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും. പലരും നമ്മളങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇവരുടെ മുമ്പിലൊക്കെ ജയിച്ച് കാണിക്കണമെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ആ ഒരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാവും. പക്ഷേ ആ ജയിച്ച് കാണിക്കാനുള്ളൊരു അവസരം, എന്താണ് അവസരം? പലരും അത് അങ്ങനെ കാണും കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങനെ അവർക്ക് തോന്നും, ഓക്കെ നാളെ ഞാൻ നന്നാവും, നാളെ ഞാൻ നന്നായിട്ട് പഠിക്കും, എന്നിട്ട് ഈ വരാൻ പോകുന്ന എക്സാമിന് നല്ല മാർക്ക് വാങ്ങി എല്ലാവരും മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും, അഭിമാനത്തോടെ നിൽക്കുന്നൊക്കെ തോന്നും. എന്നിട്ട് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? നമ്മൾ അപ്പോഴും ഉഴപ്പാണ് ചെയ്യുക. ഒരു കൃത്യമായ ഡിസിപ്ലിൻ ഇല്ലാത്തവർക്കാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു കൃത്യമായിട്ടൊരു പ്ലാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മോട്ടിവേറ്റഡ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് പഠിക്കാത്തതും പ്രിപ്പയർ ചെയ്യാത്തതാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, റീസൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലുള്ള ഒരു വീഡിയോയിൽ കൂടി കിട്ടേണ്ട സാധനമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് ഈ മോട്ടിവേഷൻ. അതിലൂടെ നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ കാര്യമാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞൊരു ചേഞ്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ? ഒന്ന് നന്നായിക്കൂടെ? എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒന്ന് നന്നായിക്കൂടെ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നന്നാവണം എന്നുള്ള ആ തോന്നൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു മികച്ച അവസരമാണ് ഈ വരാൻ പോകുന്നത്. ഈ വരുന്ന ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ +2 ലൈഫിലെ ആദ്യത്തെ എക്സാമാണ്. +1 ബേസിൽ നമ്മൾ ഓൾറെഡി വിലയിരുത്തി കഴിഞ്ഞു. +2 ബേസിൽ വിലയിരുത്തിയിട്ടില്ല, ചിലപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടാകും, അത് പോട്ടെ. ഓണപ്പരീക്ഷ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അല്ലെ സ്കൂളിലെ കേരളത്തിലെ എല്ലാ കുട്ടികളും കൂടി എഴുതുന്ന ഒരു എക്സാമാണ്, ആണല്ലോ. ആ അതേ എക്സാമിൽ കഴിഞ്ഞ വർഷം എന്നെ ആര് പുച്ഛിച്ചോ അവരുടെയൊക്കെ മുന്നിലെത്താനുള്ളൊരു അവസരം നിങ്ങൾക്കില്ലേ? അവസരമുണ്ട്. ഇനി എങ്ങനെ എത്തണം എന്നല്ലേ, അതിനും വഴിയുണ്ട്. ഇനി പഠിച്ചാൽ എത്തും, തീർച്ചയായും എത്തും. അത്ര ചാപ്റ്റേഴ്സേ ഉള്ളൂ, അതാണ് എൻ്റെ സത്യം. കാരണം ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ 24 ഇന്ന്. നിങ്ങൾ മുന്നോട്ട് നോക്ക്, ഇന്ന് ജൂലൈ 25 എക്സാം നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 20 ഒരു മാസത്തിനടുത്ത് എന്തായാലും സമയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫിസിക്സിൽ ഒരു 4 പാഠം 5 പാഠം, മാത്സിൽ ഒരു 4-5 പാഠം, ബയോളജിയിലും അതേപോലെ, CS അതേപോലെ, കെമിസ്ട്രിയിൽ അതേപോലെ തന്നെ. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഈ സമയം വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ മര്യാദക്ക് പ്രോപ്പറായിട്ട് നിങ്ങളിത് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായ റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷനിൽ പോകുന്നുണ്ടാവും, ഇനി ട്യൂഷനൊന്നും പോവാത്തവരുണ്ടാവും, സെൽഫ് സ്റ്റഡി ഉള്ളവരുണ്ടാവും. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതിയാടാ. ഏത് മുഖേനയും നിങ്ങളിത് പഠിച്ചെടുത്താൽ മതി. അൾട്ടിമേറ്റ്ലി ഇതേ ഉള്ളൂ. ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ അൾട്ടിമേറ്റ് മെസ്സേജ്. ഈ മെസ്സേജ് നിങ്ങൾ ഉൾക്കൊള്ളുക. ആ സമയം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാം, നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. ഇനി എഡ്യൂപോർട്ടിന് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയില്ലേ? എങ്കിൽ ആ ട്രൈ ചെയ്യണമെന്ന് തോന്നിയതിൽ എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ? അതിന് എഡ്യൂപോർട്ടിന് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം? ഞങ്ങളും ആലോചിച്ചു, ഒരുപാട് പേര് റിക്വസ്റ്റാണ്. ഞങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഇതേപോലെ ഒരു കംബാക്ക് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഓണം എക്സാം മാത്രം ടാർഗറ്റ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോഞ്ച് ചെയ്യണം. ഇത് ശരിക്കും ബാച്ചിൻ്റെ പേര് കംബാക്ക് ബാച്ച് എന്ന് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓണം എക്സാം എന്ന് പറയുന്നതിനേക്കാൾ കംബാക്ക് ബാച്ച് എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഈ +2 ലൈഫിൽ ആദ്യത്തെ കംബാക്ക് ആയിരിക്കണം ഇത്. അതിനുശേഷം വിജയങ്ങളുടെ കംബാക്കിൻ്റെ ഒരുപാട് പൂരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരാൻ പറ്റണം. ഈ ഓണം എക്സാം ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 14 ദിവസം കൊണ്ട്, വെറും 14, 2 ആഴ്ച, ഇനി അങ്ങോട്ടുള്ള 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് +2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓണം എക്സാമിന് പഠിക്കാനുണ്ടോ ആ ചാപ്റ്റേഴ്സ് മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന ഒരു ബാച്ചാണിത്. നിങ്ങൾ 0-ൽ നിൽക്കുന്നതാണോ, 14 ദിവസം കൊണ്ട് ഓണം എക്സാമിനുള്ള മുഴുവൻ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെയാണല്ലേ? നിങ്ങൾക്ക് വൺ ഷോട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ആ ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസവും ഈ 14 ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും, ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. ആ ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. തീർന്നില്ല, നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും. ഓണം എക്സാമിൻ്റെ മുമ്പ് മോഡൽ എക്സാമും അതുപോലെ PYQ ഡിസ്കഷനും കൃത്യമായിട്ട് നടക്കും കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ PYQs ഡിസ്കസ് ചെയ്ത് വരും. ഇനി നിങ്ങൾക്ക് നോട്ട്സ് ആയാലും PYQs ആണെങ്കിലും ഒക്കെ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഇനി ഇതിനൊക്കെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു മെൻറ്ററും ഉണ്ടാവും.
ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി പ്ലാൻ ഇതാണ് എൻ്റെ ബാക്കിലുള്ള പ്ലാൻ. ആ 14 ദിവസവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 28 തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ നോക്കിക്കോ, ഓഗസ്റ്റ് 10 ആകുമ്പോഴത്തേന് മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിച്ച് തീർക്കും. അപ്പം പ്ലാൻ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കണം, നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ അതാ കണ്ടോ, ജൂലൈ 28 ഫിസിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഞാനാണ് എടുക്കുന്നത്. ജൂലൈ 29 കെമിസ്ട്രി സൊല്യൂഷൻസ് നിങ്ങൾ പഠിക്കുന്നു. അന്ന് രാത്രി തന്നെ തലേ ദിവസം നമ്മൾ പഠിച്ച ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൻ്റെ ലൈവ് ഡിസ്കഷൻ, അതിൽ ഡൗട്ടും ക്ലിയർ ചെയ്യും, PYQs ഡിസ്കസ് ചെയ്യും, മുഴുവൻ കാര്യം നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ഇതേ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ലൈവ് ക്ലാസ് എല്ലാം നൈറ്റാണ് ഉണ്ടാവുക, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് അറ്റൻഡും ചെയ്യാം. അപ്പോൾ 10-ാം തീയതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സിലബസ് തീർക്കും. അതിനുശേഷം 11, 12, 13, 14, 15, 16 നിങ്ങൾക്ക് മോഡൽ എക്സാം എഡ്യൂപോർട്ട് നടത്തി തരും. നിങ്ങൾ ഓണം എക്സാം എങ്ങനെയാണോ അതേ പാറ്റേണിലുള്ള ചോദ്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്നു, മോഡൽ എക്സാം എഴുതുന്നു, ഈ സമയത്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നു, പോരെ. 20-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എക്സാം മോസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക. ഡേറ്റ് വന്നിട്ടില്ല. അപ്പോഴത്തേന് ഒരു റൗണ്ട് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, 2 റൗണ്ട് കഴിഞ്ഞു, വീണ്ടും പഠിച്ചൂടെ? ഇനി നിങ്ങൾ പറ, ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റില്ലേ? പറ്റും. ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്തോ ഉറപ്പായും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ, നിങ്ങൾ ഇതുവരെ എഡ്യൂപോർട്ട് ഒരു ബാച്ചിലും ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വെറും 999 മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ. ഒരു കംബാക്ക് നടത്തുമ്പോൾ 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഒരു റീസണബിൾ പ്രൈസേ ആയിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. 999 മാത്രം നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ, ഈ ഓണം എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് +2ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്, നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സൂപ്പർ ബാച്ചിൽ 5499 ആണ് ഫീസ്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ഒരു ഓണം എക്സാം ബാച്ച് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഓൾറെഡി എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ്, ഓൾറെഡി ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാച്ച് ഓൾറെഡി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും കേട്ടോ, പേടിക്കേണ്ട. ഓൾറെഡി നമ്മുടെ സൂപ്പർ ബാച്ച് സ്റ്റുഡൻസിന് ഈ ബാച്ച് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇനി മറ്റു കാര്യം, എങ്ങനെ ജോയിൻ ചെയ്യണം എന്നല്ലേ, താഴെ ലിങ്ക് ഉണ്ടാവും. താഴെ 2 ലിങ്ക് കാണാം. ഒന്ന് ഏതാണ്? ഒന്ന് ഈ 999 ഓണം സ്പെഷ്യൽ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്യാനും, ഇനി സൂപ്പർ ബാച്ചിന് കൂടെ കോംബോ ഓഫർ ജോയിൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുക്കാം. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് ബാച്ച് സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, ഒരു ഇമെയിൽ ID നിങ്ങൾ കൊടുക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങളതില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ മസ്റ്റായിട്ടും ആദ്യം കൊടുക്കേണ്ട ഫോൺ നമ്പർ എന്തായിരിക്കണം? നിങ്ങളുടെ ഏത് നമ്പറിലാണോ ആപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ നമ്പറിലായിരിക്കണം. ഇതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അതിനൊരു ആൾട്ടർനേറ്റീവ് നമ്പറും കൂടി കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എവിടെ ഒരു പേയ്മെൻറ്റ് നടത്തുന്ന പോലെ എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷനും അവിടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് അനായാസകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ നിങ്ങൾക്ക് സ്വയം ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട. ഇതേപോലെ ഒരു പ്ലാൻ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയും പഠിച്ചോളും, നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട, അങ്ങനെ തന്നെ പറയുന്നു, ഓപ്പണായിട്ട് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്ലാനും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഈ സപ്പോർട്ടും, നിങ്ങൾക്കൊരു പേഴ്സണലായി മെൻറ്റർ സപ്പോർട്ടും 1 ഷോട്ടും ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു മോഡൽ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓണം എക്സാമിന് മുമ്പ് ഇത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരമാണ്. സോ ഡോണ്ട് മിസ് ഔട്ട്. ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. 28-ാം തീയതി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാച്ചിലായിരിക്കും ലൈവ് ക്ലാസ്. അന്ന് ലൈവ് അല്ല, അന്ന് റെക്കോർഡറാണ് അല്ലേ, അന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് മറക്കരുത്. 28-ന് മുമ്പ് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി ലേറ്റായിട്ട് കാണുന്നവരെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്തെടുക്കാനും പറ്റും.